എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുരുഷന്മാരുടെ കണ്ണുകളിൽ സ്ത്രീകളുടെ വശ്യതയും ആകർഷണീയതയും സൗന്ദര്യവും അട്രാക്റ്റീവ്നെസ്സും ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള സ്ത്രീകളുടെ തന്നെ 7 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഈ ശീലങ്ങൾ തെറ്റാണെന്നോ മോശമാണെന്നോ മാറ്റേണ്ടതാണെന്നോ ഇവിടെ അർത്ഥമില്ല. ഒരുപക്ഷെ സ്ത്രീകൾ തന്നെ അവരുടെ ആകർഷണീയത കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ പലപ്പോഴും അത് ഫലം വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. പുരുഷന്മാർക്ക് സത്യത്തിൽ ഒട്ടും ഇഷ്ടമാകത്തില്ല, അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അവിടെ ആകർഷണീയതയും സൗന്ദര്യവും കുറഞ്ഞതായിട്ടായിരിക്കും തോന്നുക. എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും ആ രീതി തോന്നത്തുമില്ല. ഒരു 20% പുരുഷന്മാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. എങ്കിലും ഒരു ഭൂരിപക്ഷം പുരുഷന്മാർക്കും ഒരു 80% പുരുഷന്മാർക്കും സ്ത്രീകൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ സൗന്ദര്യം കുറഞ്ഞായിട്ടൊക്കെ അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് കുറഞ്ഞായിട്ടൊക്കെയാണ് ആ പുരുഷന്മാർക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 7 കാര്യങ്ങളുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ സുന്ദരികളാകാനായിട്ടും നിങ്ങൾക്ക് സ്കിന്നിന് കൂടുതൽ ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനൊക്കെ ആയിട്ടും നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി 10ലധികം സൗന്ദര്യ ഗുണങ്ങളുള്ളതാണ്. 100% ഒറിജിനലാണ്. അത് വേണ്ടവർ എത്രയും വേണം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ 100% ഒറിജിനലായിട്ടുള്ള തേനുണ്ട്. അതുപോലെ തന്നെ 100% ഒറിജിനലായിട്ടുള്ള കറിമഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ ഓർഡർ അനുസരിച്ച് മാത്രം ഞാൻ ഒരു പ്രത്യേക ക്രീമും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ല ക്രീമാണ്. 1% പോലും മായമില്ലാത്ത ക്രീമാണ്. അത് വേണ്ടവരും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് അമിതമായ രീതിയിൽ സ്റ്റഡ് ഇടുന്ന പ്രവണതയാണ്. സ്റ്റഡ് ഇടുന്നത് വളരെ നല്ലത് തന്നെയാണ്. പലപ്പോഴും നോർമലായിട്ടുള്ള രീതിയിൽ സ്റ്റഡ് ഇടുന്ന സ്ത്രീകളുടെ ആകർഷണീയതയും വശ്യതയൊക്കെ കൂട്ടുന്ന കാര്യം തന്നെയാണ്. ഇപ്പം മുക്കുത്തി ഇടുന്നു, അല്ലെങ്കിൽ കാതുകളിൽ പല 5 or 6 ഒക്കെ സ്റ്റഡ് ഇടുന്നു. അതൊക്കെ നമ്മുടെ സൗന്ദര്യം കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലവർ ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റഡ് ഇടാറുണ്ട്. ഉദാഹരണത്തിന് ഈ കണ്ണിൻ്റെ പുരുകത്ത് കയറ്റി സ്റ്റഡ് ഇടുന്നവരുണ്ട്. അത് പുരുഷന്മാരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 80% പുരുഷന്മാർക്കും അത് തീർത്തും ആ ഒരു സ്ത്രീയുടെ സൗന്ദര്യം തല്ലിക്കെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീയെ വളരെയധികം അൺഅട്രാക്റ്റീവായിട്ട് മാറ്റുന്ന രീതിയിലാണ് പുരുഷന്മാർക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യുക. ഇനി അത് തന്നെയല്ല, ചിലവർ ചുണ്ടേ കൊണ്ട് സ്റ്റഡ് ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ ചുണ്ടേ സ്റ്റഡ് ഇടുന്നതും പുരുഷന്മാർക്ക് അത് ഒട്ടും അട്രാക്റ്റീവായിട്ട് തോന്നത്തില്ല. ഉള്ള ഒരു സൗന്ദര്യം പോയതായിട്ടാണ് പുരുഷന്മാർക്ക് തോന്നുക. ഇനി അതും അല്ലെങ്കിൽ ചിലർ നേവൽ പാർട്ടിൽ അതുപോലെ സ്റ്റഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലർ നാക്കേൽ കൊണ്ട് അങ്ങനെ സ്റ്റഡ് ചെയ്യുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ചില സ്ത്രീകൾ സ്റ്റഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് അവരുടെ അട്രാക്ഷൻ കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും എന്നാണ്. ഓക്കെ, അത് ഒരു മോശം പ്രവൃത്തിയാണെന്നോ അല്ലെങ്കിൽ തിരുത്തേണ്ട കാര്യമാണെന്നോ ഒന്നും അല്ല പറയേണ്ടത്. അങ്ങനെയൊക്കെ സ്റ്റഡ് ഇടാൻ ഇഷ്ടമുള്ളവർ ഇട്ടുകൊള്ളുക. പക്ഷേ ഒരു 80% പുരുഷന്മാരുടെ കണ്ണുകളിൽ നിന്ന് നോക്കുമ്പോൾ, അവരുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കതാണ് അട്രാക്റ്റീവായിട്ടാണ് തോന്നുക. അതാണ് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ, ചുണ്ടിൻ്റെ നാച്ചുറൽ കളറിന് വിപരീതമായിട്ടുള്ള രീതിയിലുള്ള കളറുകൾ ഇടുന്നത്, അതുപോലെ തന്നെ വളരെ ഡാർക്ക് ഷെയ്ഡുകൾ ചുണ്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ പുരുഷന്മാർക്ക് തീർത്തും അൺഅട്രാക്റ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ചിലരിപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്, ബ്ലാക്ക് നിറത്തിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പലരും ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞാൽ ഒരുപാട് പർപ്പിൾ കളറുള്ള ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ വല്ലാണ്ട് വയലറ്റ് കളറുള്ള ലിപ്സ്റ്റിക്ക്, ഇനി അതുപോലെ പച്ച കളറുള്ള ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ വല്ലാണ്ട് കടുകട്ടി ചുമന്ന കളറുള്ള, അല്ലെങ്കിൽ വല്ലാണ്ട് കടുകട്ടി ബ്രൗൺ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക്, അങ്ങനെ വളരെ ഒരു ചുണ്ടിൻ്റെ നാച്ചുറൽ കളറുമായിട്ട് ഒത്തുപോകാത്ത രീതിയിലുള്ള ഷെയ്ഡുകൾ ഇടുമ്പോഴൊക്കെ, അതും വല്ലാത്ത ഡാർക്ക് ഷെയ്ഡിൽ ഇടുമ്പോഴൊക്കെ പുരുഷന്മാർക്കത് കാണുമ്പോൾ തന്നെ അയ്യേ എന്നുള്ളൊരു ഫീലാണ് തോന്നുന്നത്. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ ഓർക്കണം, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് ഭയങ്കര സുന്ദരിയായി എല്ലാവരും എന്നെ നോക്കും. പക്ഷേ അങ്ങനെയല്ല. പുരുഷന്മാർക്ക് ഇത് കാണുന്ന ഒരു 80% പേർക്കും അയ്യേ എന്നുള്ളൊരു ഫീലിംഗാണ്. അയ്യേ ഇതെന്തൊരു കോലമാണ്, അയ്യേ ഇതെന്തൊരു ഇതാണ്, എന്തൊരു കളറാണ് എന്നാണ് അവർ ചിന്തിക്കുക. ഇപ്പോൾ നമ്മുടെ ചുവപ്പ് കളറാണെങ്കിലും പിങ്ക് കളറാണെങ്കിൽ പോലും അത് അമിതമായിട്ടുള്ള രീതി, വളരെ ഡാർക്കായിട്ടുള്ള രീതിയിൽ ചുണ്ടിൽ വാരിത്തേക്കുമ്പോൾ അത് പുരുഷന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. പുരുഷന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കുകളാണ്. അപ്പോൾ ചുണ്ടിൻ്റെ ആ ഒരു നാച്ചുറൽ സ്വാഭാവികമായിട്ട് ഉള്ള കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു റെഡ് കളർ, അതൊക്കെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് കളറുകൾ ഇതുപോലെ ഭയങ്കര ഡാർക്ക് വയലറ്റ്, ബ്ലൂ, അല്ലെങ്കിൽ വല്ലാത്ത ബ്രൗണ്, പർപ്പിള്, അങ്ങനെയൊക്കെ കളർ വരുമ്പോഴത്തേക്ക് പുരുഷന്മാർക്ക് ഒട്ടും അട്രാക്റ്റീവായിട്ട് തോന്നത്തില്ല. ആ ഒരു സ്ത്രീയുടെ ബ്യൂട്ടി കളയുന്ന രീതിയിലുള്ള, ഒരു ആകർഷണീയത കുറയ്ക്കുന്ന രീതിയിലുള്ള ഇതായിട്ടാണ് അവർക്ക് തോന്നുക. ഇനി മൂന്നാമായിട്ട്, അമിതമായിട്ടുള്ള രീതിയിൽ ശരീരം മുഴുവനും ടാറ്റു ചെയ്തു വെക്കുന്നതാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ചിലർ ഒരു കറുത്ത പെയിൻറ്റ് ബക്കറ്റിലോട്ട് ചാടിയിട്ട് മുങ്ങി വരുന്ന രീതിയിലാണ് ശരീരത്ത് മുഴുവൻ ടാറ്റു അടിച്ചു വെക്കുന്നത്. അപ്പോൾ ടാറ്റു ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, ഇഷ്ടമാണ്. ചിലർക്ക് ടാറ്റു ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇന്ന് ടാറ്റു ലവേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൽ അവിടെയോടെയോ ചെറുതായിട്ട് ഓരോ ടാറ്റു കുത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ശരീരം മുഴുവനും, ചിലർ ഈ പെയിൻറ്റ് പാട്ട മുങ്ങിയ പോലെ ശരീരം മുഴുവനും ടാറ്റു അടിച്ചു വെക്കുന്നവരുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ആ ഒരു
സ്കിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പട്ടുപോലെ നല്ല ഗ്ലോ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഈശ്വരൻ അവരെ വളരെയധികം സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്കിന്ന് ഈ പറഞ്ഞ ബ്ലാക്ക് മഷിയിൽ മൊത്തത്തിൽ മുക്കിക്കളയുന്നത്, ശരീരം മുഴുവനും തിരിച്ചറിയാൻ മേലാത്ത പോലെ ടാറ്റു അടിച്ചു വെക്കുന്നത്, അത് ആ ഒരു ശരീരത്തെ പലപ്പോഴും പലരുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോഴും ആ ശരീരത്തെ വികൃതമാക്കി കളയുന്നു. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ബ്യൂട്ടി, നാച്ചുറൽ സൗന്ദര്യവും നാച്ചുറൽ ഗ്ലോയും ഒക്കെ ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ആ ഒരു സ്ത്രീകളെ കൂടുതൽ അവരുടെ ആ ഒരു അട്രാക്ഷൻ കളയുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആകർഷണീയത മുഴുവൻ ഇല്ലാതെയാക്കി കളയുന്നു, അവരുടെ സൗന്ദര്യത്തെ തല്ലിക്കെടുത്തുന്നതായിട്ടാണ് ഒരു 80% പുരുഷന്മാർക്കും തോന്നുക. 20% ആൾക്കാർക്ക് അതും ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവം നാച്ചുറലായിട്ട് തന്നേക്കുന്ന ഒരു സ്കിന്നും ടോണും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്വാഭാവികതയെ മൊത്തത്തിൽ ഇല്ലാതെയാക്കി കളയുക അമിതമായിട്ടുള്ള രീതിയിൽ ടാറ്റു ചെയ്താൽ. ഇപ്പോൾ ചിലവരൊക്കെ ആക്സിഡൻ്റൊക്കെ വരുമ്പോഴൊക്കെ ചെറിയ മാർക്സും അല്ലെങ്കിൽ ചെറിയ പാടുകൾ, മുറിവുകൾ അതൊക്കെ മാറ്റാനായിട്ടും മറയ്ക്കാനായിട്ടും ഒക്കെ ടാറ്റു ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലർ ടാറ്റു ഇഷ്ടമായതുകൊണ്ട് ചെറിയ രീതിയിൽ ടാറ്റു ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ടാറ്റു ചെയ്യുന്ന പ്രവൃത്തിയും മോശമല്ല, അല്ലെങ്കിൽ ടാറ്റു ചെയ്യുന്നതിലും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും ശരീരം മുഴുവനും ഇതുപോലെ പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ടാറ്റു കൊണ്ട് നിറയ്ക്കുന്നത് പലർക്കും വളരെ അൺഅട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു സംഭവമാണെന്നുള്ളതാണ്. ഇനി നാലാമത്തെ സ്ത്രീകളുടെ അട്രാക്റ്റീവ്നെസ് കുറയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ ശരീരഘടനയ്ക്ക് ചേരാത്ത രീതിയിലുള്ള ഡ്രസ്സ് അവർ ധരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശരീരഘടനയാണുള്ളത്. അപ്പോൾ ആ ഒരു ശരീരഘടനയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഡിസൈനിലുള്ള ആ ഒരു സ്ട്രക്ചറിലുള്ള ഡ്രസ്സാണ് ധരിക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ചേരുന്ന ഓരോ വ്യത്യസ്ത നിറങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു നിറം നമ്മുടെ സ്കിൻ ടോണിനും അനുയോജ്യമായിരിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ചേരുന്ന പ്രത്യേക ഡിസൈനുകളുണ്ട്, പ്രത്യേക ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഡ്രസ് സെൻസ്, ആ ഒരു കോസ്റ്റ്യൂം സെൻസ് നമുക്കില്ലെങ്കിൽ നമുക്ക് ചേരാത്ത രീതിയിലുള്ള ഡ്രസ്സാണ്, കൈ കിട്ടുന്ന എന്തും നമ്മൾ എടുത്തിടുന്നു, അത് നമുക്ക് ചേരുന്നതാണോ നോക്കുന്നില്ല. അങ്ങനെ ഇടുമ്പോൾ അത് നിങ്ങളെ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെയധികം അൺഅട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തന്നെയുമല്ല, ഇവിടെ സ്ത്രീകൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാവർക്കും എല്ലാ ഡ്രസ്സുകളും ഒരുപോലെ ചേരത്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഗ്ലാമർ ഡ്രസ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്, അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കുറച്ചൊക്കെ എക്സ്പോസിങ് സ്റ്റൈലിൽ ഡ്രസ്സ് ധരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഈ എക്സ്പോസിങ് ഡ്രസ്സ് ചേരത്തില്ല. ഈ എക്സ്പോസിങ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് എല്ലാവരും മോഡേൺ ആവത്തില്ല, അല്ലെങ്കിൽ എല്ലാവരെയും കാണാൻ ഭയങ്കര അടിപൊളി ആവത്തില്ല, മോഡേൺ ലുക്ക് ആവത്തില്ല, അതും അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടാവത്തില്ല എന്നൊക്കെയുള്ളതാണ്. പലരും വിചാരിച്ചേക്കുന്നത് അങ്ങനെ എക്സ്പോസിങ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഗ്ലാമറസ് ആവും എന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഈ ഒരു എക്സ്പോസിങ് ഡ്രസ്സ് പോലും വളരെ ഗ്ലാമറസ് ആയിട്ട് ചേരുന്നത് ആ ഒരു രീതിയിലുള്ള ശരീരഘടന ഉള്ളവർക്കാണ്, അല്ലെ എല്ലാവർക്കും അത് ചേരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സ് നമുക്ക് മാച്ച് ആവുന്നത് പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഫാഷൻ സെൻസ് നമുക്കില്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഇച്ചിരി ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് എക്സ്പോസിങ് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ള സൗന്ദര്യവും കളയും, ഉള്ള അട്രാക്റ്റീവ്നെസ്സും കളയും. ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കും അവരുടെ ഒരു ഗ്ലാമറും സൗന്ദര്യവും അട്രാക്റ്റീവ്നെസ്സും ഒക്കെ കൂടുന്നത്. എന്നാൽ ചില സ്ത്രീകൾക്ക് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കാം ആ ഒരു സൗന്ദര്യവും ആ ഒരു ഗ്ലാമറും ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും ഒക്കെ കൂടുന്നത്. അപ്പം എല്ലാവർക്കും ഓരോ ടൈപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ് സെൻസ് നമ്മുടെ ഒരു ശരീരഘടനയ്ക്ക് അനുസരിച്ചായിരിക്കണം, നമ്മുടെ കോസ്റ്റ്യൂം ആ രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മുടെ കളറും നമ്മളുടെ ആ ഒരു ശരീരഘടനയും അതുപോലെ നമ്മുടെ ഉയരവും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു അൺഅട്രാക്റ്റീവായിട്ടാണ് തോന്നുക. ഇനി അഞ്ചാമായിട്ട് പല പുരുഷന്മാർക്കും സ്ത്രീകളിൽ പലപ്പോഴും അൺഅട്രാക്റ്റീവായിട്ട് തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഫ്ലൂറസെൻറ്റ് കളേഴ്സ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മുടി കളർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്, മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതും ഒക്കെ വളരെ അട്രാക്റ്റീവൊക്കെ തന്നെയാണ്. പക്ഷേ ചില സ്ത്രീകൾ വളരെ ഫ്ലൂറസെൻറ്റ് കളേഴ്സ്, വളരെ ഡാർക്ക് ഷെയ്ഡുള്ള ഫ്ലൂറസെൻറ്റ് കളേഴ്സ് തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ചുവന്ന കളറ് തലയിൽ തേക്കുന്നവരുണ്ട്, കട്ട കളറ് ചുവന്ന കളറ്. അതുപോലെ തന്നെ മുമ്പ് ചുണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പർപ്പിൾ കളറ് തലയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പച്ച കളറ്, മഞ്ഞ കളറ്, നീല കളറ്, അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പല കളറ് ഫ്ലൂറസെൻറ്റ് കളേഴ്സ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ തീ പിടിച്ച പോലെ ഇരിക്കും തലയൊക്കെ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളുടെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഇല്ലാതെയാക്കി കളയുന്നൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തലയെ കളറൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബർഗണ്ടി കളർ ഇടാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇടാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്രൗൺ കളർ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ പല ഷെയ്ഡിൽ തലയുടെ ആ ഒരു സ്വാഭാവിക കളറിനോട് ചേർന്ന് നിൽക്കുന്ന കളറൊക്കെ ഇടുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ചിലരൊക്കെ ഗോൾഡൻ കളറൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില കളറൊക്കെ നമ്മുടെ തലയ്ക്ക് വളരെ മാച്ചിങ് ആണ്, നമ്മളെ കണ്ട സൗന്ദര്യവും അട്രാക്റ്റീവ്നെസ്സും ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പർപ്പിൾ കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്, ചുവന്ന കളറ്, അങ്ങനെയുള്ള കളറൊക്കെ ഇടുമ്പോൾ അത് തീർത്തും അൺഅട്രാക്റ്റീവായിട്ടാണ് പുരുഷന്മാർക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല, സ്ത്രീകൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് സ്ത്രീകൾ തന്നെ താഴെ കമൻറ്റ് ഇടുക. എന്നാലൊരു ഭൂരിപക്ഷം പുരുഷന്മാർക്കും അത് അത്ര കണ്ട് അട്രാക്റ്റീവായിട്ട് തോന്നത്തില്ല, ചെറിയൊരു പക്ഷം പുരുഷന്മാർക്ക് അത് അട്രാക്റ്റീവായിട്ട് തോന്നുമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ പറയുക. ഇനി ആറാമായിട്ട് പല പുരുഷന്മാർക്കും സ്ത്രീകളിൽ അൺഅട്രാക്റ്റീവായിട്ട് തോന്നുന്ന മറ്റൊരു കാര്യമാണ് സ്ത്രീകൾ ഈ
പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഐബ്രോസ് അല്ലെങ്കിൽ പുരികങ്ങൾ വാക്സ് ചെയ്ത് കളയുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ത്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കളയുന്നത്, അതുപോലെ തന്നെ തലമുടി മൊത്തത്തിൽ പറ്റയടിച്ച് വെട്ടിക്കളയുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ മുട്ടയടിച്ച് കളയുന്നത്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രീതിയിൽ കൈകളിലും കാലുകളിലും ഒക്കെ ഇങ്ങനെ ഹെയർ ഗ്രോത്ത് അനുവദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ സ്ത്രീകളിൽ അൺഅട്രാക്റ്റീവായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ പലപ്പോഴും കൈകളിലെയും കാലുകളിലെയൊക്കെ ഹെയർ ഗ്രോത്ത് ശരിക്കും സ്ത്രീകൾ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ വാക്സ് ചെയ്ത് കളയുന്നതും ഒക്കെ തന്നെയാണ് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുക. അപ്പോൾ നിങ്ങൾ മോഡൽസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരൊക്കെ ഹെയർ ഗ്രോത്ത് ഒന്നും കയ്യിലോ കാലുകളിലോ ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരു 80% പുരുഷന്മാരുടെ വീക്ഷണകോണിൽ നിന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ജീവിതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലാണ്. അതിപ്പോൾ എങ്ങനെ വേണം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് നിങ്ങളുടെ ഒരു സ്ത്രീകളുടെ ഒരു അട്രാക്റ്റീവ്നെസ് കുറഞ്ഞതുപോലെ തോന്നിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഒരു ടേൺ ഓഫ് ആവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭൂരിപക്ഷം പുരുഷന്മാരുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ പറയുന്നു എന്ന് മാത്രം. ഇനി 7ാമതായിട്ട് പുരുഷന്മാർക്ക് പലപ്പോഴും അൺഅട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള രീതിയിൽ ഓർണമെൻറ്റ്സ് ധരിക്കുന്നതും അതുപോലെ തന്നെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ചില സ്ത്രീകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ്, കെമിക്കൽ പ്രോഡക്റ്റ്സ് സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അമിതമായിട്ട് കോണ്ടോണർ, കൺസീലർ, അതുപോലെ തന്നെ പ്രൈമർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സ്ത്രീകൾ മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇനി മേക്കപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല, വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ പോലും ദേഹം മുഴുവനും പെർഫ്യൂം അടിച്ചു വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ സ്ത്രീകൾ ചെയ്യാറുണ്ട്. ഒരുപാട് പ്രോഡക്റ്റ്സ് അവരിങ്ങനെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. തലയിൽ പലതരത്തിലുള്ള സംഭവങ്ങൾ തേക്കുന്നു, ദേഹത്ത് പലതരത്തിലുള്ള സംഭവങ്ങൾ തേക്കുന്നു. പലപ്പോഴും ഇതിൻ്റെ ഒന്ന് സ്മെല്ല് കാരണം ഭർത്താക്കന്മാർക്ക് അടുത്തോട്ട് ചെല്ലാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സെൽഫ് കെയർ ഒക്കെ വളരെ നല്ലതാണ്, പക്ഷേ സെൽഫ് കെയർ അമിതമാകാനും പാടില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അത് കെമിക്കൽ ഒരുപാട് അടങ്ങിയ സാധനങ്ങൾ ഒട്ടും ഉപയോഗിക്കാതിരിക്കുക, വളരെ മിനിമൈസ് ചെയ്ത് നിങ്ങൾ പുറത്തെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ അല്ല. ചിലരൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴും വളരെയധികം ഒരുങ്ങി ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇട്ട് ഒരുങ്ങിയിട്ട് ഇരിക്കത്തുള്ളൂ. അത് 5 പ്രാവശ്യമൊക്കെ കുളിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലവരാണെങ്കിൽ ഹൈജീൻ ഇല്ലാത്തവരാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ പ്രശ്നമാണ്. ഹൈജീൻ ഇല്ലാത്തതും ഓവറായിട്ട് സെൽഫ് കെയർ ഉള്ളവർ രണ്ടും പ്രശ്നം തന്നെയാണ്. ചിലർ ആഴ്ചയിൽ 5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തല കുളിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ബ്യൂട്ടി കൺസേണും കൊണ്ടൊക്കെയാണ് ചിലർ 5 ദിവസം കൂടുമ്പോൾ തല കുളിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഫൈൻഡിങ് അനുസരിച്ച് എല്ലാ ദിവസവും തന്നെ തല കുളിക്കുന്നത് തന്നെയാണ് സ്ത്രീകൾക്ക് നല്ലതെന്നാണ് പറയുന്നത്. പലരും പറയണത് എല്ലാ ദിവസവും തല കുളിച്ചാൽ തലമുടി കൊഴിഞ്ഞു പോകും എന്നൊക്കെയുള്ള കാരണങ്ങളാൽ 5 ദിവസമൊക്കെ തല കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പം ഓവറായിട്ടുള്ള മേക്കപ്പ്, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇടുന്നത്. അപ്പോൾ ചിലവർ ഇപ്പോൾ ഈ കല്യാണത്തിനൊക്കെ ധരിക്കുന്ന പോലെ ഒരുപാട് ഓർണമെൻറ്റ്സ് അവിടെ ഇവിടെയും, ചെവിക്കടെ ഒരു മാല പോലെ സാധനം, മൂക്കേക്കടെ ഒരു മാല പോലെ സാധനം, പിന്നെ ദേഹം മുഴുവൻ മാലകൾ, കാതെ മുഴുവൻ സ്റ്റെഡുകൾ, കയ്യിൽ മുഴുവനും വളകൾ, കാലയിൽ മുഴുവൻ തള, കൊലുസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ ഓവറായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ കല്യാണ ദിവസം ഒരുങ്ങി വരുന്ന പോലെ അല്ലല്ലോ നമ്മൾ സാധാരണ ദിവസം സ്ത്രീകൾ നടക്കുക. അതായത് ഓവറായിട്ട് ഓർണമെൻറ്റ്സ് ഇട്ടാലും അതൊരു അഭംഗിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊരിക്കലും ഒരു തെറ്റോ അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യങ്ങളോ അല്ല. സ്ത്രീകളുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ ഒരു ഭൂരിപക്ഷം പുരുഷന്മാരുടെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ അത് നിങ്ങളുടെ സൗന്ദര്യത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അട്രാക്റ്റീവ്നെസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയുള്ള കുറച്ച് 7 കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തൊക്കെയാണോ നിങ്ങളുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ, അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി, അല്ലാതെ അതൊരു തെറ്റായിട്ടോ കുറ്റമായിട്ടോ ഒന്നും പറഞ്ഞതല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നന്ദി.